കൊച്ചിന്യൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്ക് ആയിട്ടാണ് ബനാന ആൽമണ്ട് പാൻകേക്ക്. അപ്പൊ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇത് സാധാരണ പാൻകേക്ക് നമ്മൾ ഉണ്ടാക്കുക മൈദയിലാണ്, പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പൂണിൽ 6 സ്പൂൺ ആട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ട, കുറച്ച് ഏലക്ക, ഇത് നമ്മൾ പൊടിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ക്രഷ് ചെയ്തിട്ടുള്ള ആൽമണ്ട്. പിന്നെ വേണ്ടത് നെയ്യ്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, പഞ്ചസാര, പാല് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഴം, ഏത് പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ബനാന പാൻകേക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇതിലോട്ട് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്യാനുള്ളൂ. ഞാൻ ഇതിലേക്ക് ഏലക്ക പൗഡറും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യാം. ഏലക്കപ്പൊടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ആട്ട ആഡ് ചെയ്യാം. മുട്ടയും ആട്ടയും നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി എന്ത് വേണം, ഇതൊരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ബ്ലെൻഡർ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര മധുരനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 1.5 സ്പൂണാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇതിലേക്ക് പഴം ആഡ് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഓരോ സൂത്രപ്പണിയാക്കിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യണം. ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ ബേക്കിംഗ് പൗഡർ, അതിന് ആഡ് ചെയ്യട്ടെ. ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. ഇത് ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ദോശ ബാറ്ററില്ലേ, ആ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. പാല് കുറച്ചായി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചിട്ട് വരാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് വേണം, ഇതിലേക്ക് ആൽമണ്ട് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ടൈമിൽ അതിൻ്റെ മധുരം നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. പിന്നെ വാനില എസൻസ് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് വേണ്ടത്, പാൻ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു പാൻ വയ്ക്കാം. ഇതിലോട്ട് ഗീ ആഡ് ചെയ്യാം. പാൻ ചൂടായിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ലേ, അതിലേക്ക് ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. ഇത് വേവട്ടെ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇത് മറച്ചിടാം. രണ്ട് സൈഡ് നന്നായിട്ട് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ പാൻ കേക്ക് ആയിട്ടുണ്ട്. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പലരും കണ്ടല്ലോ എങ്ങനെയാണ് ബനാന ആൽമണ്ട് പാൻ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. എന്തായാലും ഹെൽത്തിയാണ്. നമ്മൾ സാധാരണ മൈദ കൊണ്ട് ഉണ്ടാക്കുക, മൈദയ്ക്ക് പകരം ആട്ട വെച്ച് ചെയ്യുക. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇനിയും ഒരുപാട് നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട റെസിപ്പികളിൽ ഒരു മടിയും കൂടാതെ ലൈക്ക് ചെയ്യുക. അതിനൊരു പിശുക്കും കാണിക്കണ്ട കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോളൂ. നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.